വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെതിരെ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമായില്ല. നിക്ഷേപകർക്ക് താൽപര്യമുണ്ടെങ്കിൽ കേസെടുക്കാമെന്നാണ് കിട്ടിയ അറിയിപ്പ് എന്ന് നിക്ഷേപകർ പറയുന്നു. CPM-ന് കീഴിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ ലക്ഷങ്ങളാണ് സാധാരണക്കാർ നിക്ഷേപം നടത്തിയത്. 600ഓളം പേരാണ് ഈ സൊസൈറ്റിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. 40 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. 2 വർഷമായി നിക്ഷേപവുമായി ബന്ധപ്പെട്ട് പലിശയോ നിക്ഷേപ തുകയോ തിരികെ നൽകാൻ സൊസൈറ്റി തയ്യാറാകുന്നില്ല. തുടർന്ന് മാസങ്ങളായി നിക്ഷേപകർ പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. എന്നാൽ എല്ലാവർക്കും എഴുതി തയ്യാറാക്കിയ ഒരേ മറുപടിയാണ് ലഭിച്ചത്. വേണമെങ്കിൽ കേസിന് പൊക്കോളൂ എന്നാണ് അതിലെ ഉള്ളടക്കം. പിന്നെ ഞാനൊരു CPM അനുഭവിയാണ്. പണ്ട് മുതൽ SFIയിലൊക്കെ വർക്ക് ചെയ്താണ്. ഞാൻ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പൈസ ഇട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യം വന്നു, പോയി ചോദിച്ചു. ഒരു 10-15 ദിവസം നടന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഒരു 6 മാസത്തോളം ഞാൻ പിന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് തരാമെന്ന്. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് പോയി. അവർ പറഞ്ഞു ഇപ്പോൾ ഫണ്ടില്ല, നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടീൻ്റെ വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനൊരു CPM അനുഭാവിയായതുകൊണ്ട് പാർട്ടീന് അത്രക്കും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത്ര 10 ലക്ഷത്തിൻ്റെ വലിയൊരു അമൗണ്ട് അതിനകത്ത് ഇട്ടത്. പാർട്ടി വിശ്വസിച്ച് പണം മുടക്കിയ നിക്ഷേപകരെ നിലവിൽ നവകേരള സദസ്സിലൂടെ മുഖ്യമന്ത്രിയും അവഗണിച്ചതായി നിക്ഷേപകർ പറയുന്നു. അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും തങ്ങളുടെ സമരപരിപാടികളുമായി മുന്നോട്ടു പോവാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, വയനാട്.